ഹായ് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്നും നമ്മുടെ ഫീലിംഗ്സ്, അതായത് വികാരങ്ങളാണ് ആ ശക്തിയുടെ ഇന്ധനമെന്നുമാണ്, അല്ലേ? അപ്പോൾ ഇന്ന് ആ ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. വളരെ ലളിതമായൊരു പ്രോസസ്സാണിത്. നമുക്ക് തുടങ്ങാം. ഈ ഒരു ആശയം ഇതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന എന്തും അത് ഓൾറെഡി നിലവിലുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ ഒന്നിന് രൂപം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ യാഥാർത്ഥ്യമാക്കാനും സാധിക്കുമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ അതിശയമായി തോന്നാം, പക്ഷേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സൃഷ്ടി പ്രക്രിയക്കാകെ മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത്. വളരെ സിമ്പിൾ. ഇതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്. ഒന്നാമത്തത് സങ്കൽപ്പിക്കുക, രണ്ടാമത്തത് അത് ആഴത്തിൽ അനുഭവിക്കുക, പിന്നെ മൂന്നാമത്തത് അത് സ്വീകരിക്കുക. ഈ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സങ്കൽപ്പിക്കുക. ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം നമ്മുടെ മനസ്സിലാണ്, അല്ലേ? ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു പ്ലാൻ വേണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമാവുന്നതിനു മുൻപ് അത് നമ്മുടെ സങ്കല്പത്തിൽ വ്യക്തമായിട്ടുണ്ടാവണം. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പടി. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ സങ്കൽപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെ പകൽക്കിനാവ് കാണുന്ന പോലെയല്ല. ഇത് വളരെ ആക്റ്റീവായൊരു പ്രോസസ്സാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു എനർജി ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുകയാണ് ശരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു രൂപവും ഭാവവും കൊടുക്കുകയാണ് ഈ സ്റ്റെപ്പിലൂടെ. ഇനി നമ്മൾ എത്തുന്നത് ഈ പ്രോസസ്സിലെ ഏറ്റവും പവർഫുള്ളായ ഭാഗത്തേക്കാണ്, അതിൻ്റെ ഹൃദയത്തിലേക്ക്. നമ്മുടെ വികാരങ്ങളെന്ന ഇന്ധനം ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ഇതിനെ നമുക്ക് സൃഷ്ടിയുടെ എഞ്ചിൻ എന്ന് വിളിക്കാം. കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്ന യഥാർത്ഥ ശക്തി ഇതാണ്. ഈയൊരു വാചകം ശ്രദ്ധിച്ച് കേൾക്കണം. അനുഭവിക്കുക എന്നതാണ് സൃഷ്ടി. അതായത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷം, എന്ത് നന്ദിയായിരിക്കും നിങ്ങൾക്ക് തോന്നുക. ആ ഒരു ഫീലിംഗ് അത് ഇപ്പോഴേ അനുഭവിക്കുക. ആ വികാരമാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന ഏറ്റവും ശക്തമായ സിഗ്നൽ. അതൊരു കാന്തം പോലെ പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ് ഈ വികാരങ്ങൾക്ക് ഇത്രയധികം ശക്തി? കാരണം നിങ്ങൾ പുറത്തുവിടുന്ന ഓരോ ഫീലിംഗും പ്രപഞ്ചത്തിലേക്ക് പോകുന്ന ഒരു വൈകാരിക സിഗ്നലാണ്, ഒരു മാഗ്നറ്റിക് സിഗ്നൽ. ആകർഷണ നിയമം പ്രതികരിക്കുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനോടല്ല, മറിച്ച് നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു എന്നതിനോടാണ്. ഇതൊരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നതുപോലെയാണെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഓരോ പാട്ടിനും ഓരോ ഫ്രീക്വൻസിയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോ ആഗ്രഹത്തിനും ഒരു പ്രത്യേക ഫ്രീക്വൻസിയുണ്ട്. സ്നേഹവും സന്തോഷവും നന്ദിയുമൊക്കെ അനുഭവിക്കുന്നതിലൂടെ നിങ്ങൾ ആ ഫ്രീക്വൻസിയിലേക്ക് സ്വയം ട്യൂൺ ചെയ്യുകയാണ്. ആ ട്യൂണിംഗ് ശരിയാവുമ്പോൾ നിങ്ങൾക്ക് ആ ആഗ്രഹം സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലേക്കെത്തി, സ്വീകരിക്കുക. സത്യം പറഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ ശരിയായി ചെയ്താൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. ഇവിടെ നിങ്ങൾ ഒന്നും നിർബന്ധിച്ച് നേടേണ്ടതില്ല. നിങ്ങൾക്കായി വരുന്നത് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഇതൊരു എനർജി സൈക്കിൾ പോലെയാണ്, ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ട സ്നേഹവും നന്ദിയും എന്ന പോസിറ്റീവ് ഫീലിംഗ് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നു. അതിനു പകരമായി പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹത്തിന്റെ യാഥാർത്ഥ്യമായ രൂപം നിങ്ങൾക്ക് തിരികെ തരുന്നു. ഓക്കെ, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഒരു സംശയം തോന്നാം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ പറ്റുമോ? സങ്കടവും ദേഷ്യവും നിരാശയുമൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ആകർഷണ നിയമം ഒരു കണ്ണാടി പോലെയാണ്. അതിന് നല്ലത് ചീത്ത എന്നൊരു വേർതിരിവില്ല. നിങ്ങൾ എന്ത് വികാരമാണോ പുറത്തേക്ക് കൊടുക്കുന്നത്, അതിനോട് അത് യെസ് എന്ന് പറയും. എന്നിട്ട് അതുപോലത്തെ കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അത് സന്തോഷമായാലും സങ്കടമായാലും. അപ്പോൾ പിന്നെ ഈ നെഗറ്റീവ് ഫീലിംഗ്സിനെ എന്തു ചെയ്യും? ഇവിടെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുണ്ട്. ഒരിക്കലും മോശം വികാരങ്ങളെ തള്ളിമാറ്റാനോ എതിർക്കാനോ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ ഒന്നിനെ എതിർക്കുമ്പോൾ നിങ്ങൾ അതിന് കൂടുതൽ ഊർജ്ജം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സങ്കടം വേണ്ട എന്ന് പറയുമ്പോൾ പോലും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും സങ്കടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മളൊരു വലിയ സത്യത്തിലേക്കാണ് എത്തുന്നത്. നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു പ്രതിഫലനമാണ്, ഒരു കണ്ണാടി പോലെ. നിങ്ങളുടെ പുറത്തുള്ള ലോകം നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു നേർക്കാഴ്ച മാത്രമാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളുടെ ഒരു ഇരയല്ല, മറിച്ച് അതിന്റെ സൃഷ്ടാവാണ്. ജീവിതം നിങ്ങൾക്ക് അങ്ങോട്ട് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ജീവിതം നിങ്ങളെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ് അതിന് വഴികാട്ടുന്നത്. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് തരുന്ന ശക്തി എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ മാത്രം കഥയാണ്.
ആ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും നിങ്ങൾ തന്നെയാണ്. ഓരോ നിമിഷവും കഥ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് അവസാനം ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം. ഈ അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ജീവിതമാകുന്ന കഥയുടെ രചയിതാവ് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളൊരു കഥയാണ് എഴുതാൻ പോകുന്നത്? ആലോചിച്ചു നോക്കൂ. കാരണം ആ തിരഞ്ഞെടുത്ത് പൂർണ്ണമായും നിങ്ങളുടേതാണ്.